അറിയപ്പെടുന്ന നമ്പർ 1 പ്രവചനം. ഒരിക്കലും അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാതെ വരില്ല. എങ്കിലും നമുക്ക് ആളെ കാണാം. എങ്ങനെ പരിചയപ്പെടുന്ന ആവശ്യമില്ലല്ലോ. വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിലുള്ളത്. എന്താണെന്ന് നമ്മൾ കാണാം. ബ്രസീലിന് ശരിയാണ്. അപ്പൊ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ലാറ്റിൻ അമേരിക്കയിൽ കുറഞ്ഞൊരു വാങ്ങിയിട്ടാണ് ബ്രസീൽ ലോകകപ്പ് യോഗ്യതയുടെ കുറച്ച് ബാക്കിലാണ് ബ്രസീൽ. അപ്പൊ അവിടെ റെഡിവാൾ ജൂനിയർ എന്ന് പറഞ്ഞ ഒരു കോച്ചാണ് ഇപ്പൊ ബ്രസീലിന്റെ കോച്ച്. പക്ഷെ വിനീഷ്യസിന് അവസാനം സസ്പെൻഡ് കിട്ടിയതൊരു പ്രശ്നമുണ്ട്. റാഫിഞ്ഞോ ഒക്കെ ഉണ്ട്, അതിന്റെ ബെർണാഡോ ഉണ്ട്, പിന്നെ ഗബ്രിയേൽ ഉണ്ട്, മിലിറ്റോ ഉണ്ട്, മിലിറ്റാവോ ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ എന്താണെന്ന് കുടുങ്ങിയെന്ന് പറഞ്ഞാൽ ബ്രസീൽ യഥാർത്ഥ സ്ട്രൈക്കർ ഇല്ലാതെ പോയി. ശക്തമായ ഉറൂഗ നല്ല ടീമെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. കുറച്ച് ബി എസ് എ തന്നെ ഉറൂഗന്റെ കോച്ച്, പിന്നെ മുൻ അർജന്റീന കോച്ചിന്. അപ്പൊ ഉറൂഗ ശക്തമായ ടീം ആകുമ്പോൾ പിന്നെ ബ്രസീൽ യഥാർത്ഥ സ്ട്രൈക്കർ ഒരു. പക്ഷെ വിനീഷ്യസ് അന്ന് സസ്പെൻഡ് ഇല്ലാതെ കളിക്കുകയാണെങ്കിൽ സമയം ഒരു ഗോളെങ്കിലും സ്കോർ ചെയ്തിനി. പക്ഷെ ബ്രസീൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചിരുന്നു ഉറുഗനോട്. അവസാനം ടൈം ബേക്കറാണ് ഉറുഗെ, പിന്നെ പല അലീസനൊക്കെ ഗോൾ കീപ്പർ. പക്ഷെ ടൈം ബേക്കർ അലീസനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ശക്തമായ ടീമാണ് ബ്രസീൽ. പിന്നെ നെയ്മർ ഇല്ലാത്ത യഥാർത്ഥ ക്ഷീണം ചെയ്ത് പരിക്ക് പറ്റി പുറത്തെ പോയല്ലോ. അപ്പൊ അതുകൊണ്ട് ബ്രസീലിനിപ്പം അമേരിക്ക, പിന്നെ മെക്സിക്കോ, കനഡ അവിടെ വെച്ചിട്ടാണ് വേൾഡ് കപ്പ് 2026 നടക്കാൻ പോണത്. അപ്പൊ അവിടേക്ക് ബ്രസീൽ റെഡിവാൾ ജൂനിയർ ഇനി നിലക്കോ എന്ന് പറയാൻ പറ്റൂല. എന്നാലും പിന്നെ ബ്രസീൽ മോശം ടീമൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ കളിച്ച് നല്ല കളി കളിച്ചിരുന്നു. പക്ഷെ ആരാധകർക്ക് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബ്രസീൽ മോശമുള്ള സ്ഥിതിയിലാണ് കടന്നു പോണത്. ആ സമയത്താണ് ഉറുഗോയുടെ ടൈം ബേക്കല്ല പരാജയപ്പെട്ടത്. ഉറുഗ ശക്തമായ ടീമാണ്. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ബ്രസീലുകാർ. കാരണം ഇനിയിപ്പോ ഈ അമേരിക്ക, മെക്സിക്കോ, കനഡ ലോകകപ്പിൽ ഇനിയിപ്പോ കോച്ച് മാറി റെഡിവാൾ ജൂനിയർ ആണെങ്കിലും ഈ വേറെ വന്നാലും ടീം മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പം പരാജയപ്പെട്ട് ടീമിന്റെ സൈക്കറൊക്കെ എല്ലാവർക്കും അറിയാം, ബ്രസീൽ ആരാധകർക്കും അറിയാം ബ്രസീൽ കുറച്ച് മങ്ങിയിട്ടാണ് എന്നുള്ളത്. ആരാധകർ തമ്മിൽ ഭയങ്കര അതെ. അപ്പൊ ബ്രസീലിന്റെ ആരാധകർക്കും അറിയാം ബ്രസീൽ കുറച്ച് മങ്ങിയിട്ടാണ്. അപ്പൊ ടെൻഷൻ ഒന്നും. നമ്പർ 1 കപ്പിനെ കിട്ടിയിട്ട് ഒരുപാട് വർഷങ്ങൾ. അവസാന വേൾഡ് കപ്പ് നേടുന്നത് ജപ്പാൻ, കൊറിയ ആതിഥ്യം വഹിച്ച 2002 അന്ന് ജർമ്മനിനെ. അത് ഒലിവർ ഖാന്റെ അതായത് കളർ ടി വന്നതിന് ശേഷം. പക്ഷെ അന്ന് ഒലിവർ ഖാന്റെ ടീമിനെ ജർമ്മനിനെ 2 ഗോളിന് റൊണാൾഡോ, അത് ബ്രസീലിന്റെ റൊണാൾഡോ ഉണ്ട്, 2 ഗോളിന് പരാജയപ്പെടുത്തിയിട്ട് അന്നാണ് അവസാനം കൂട്ടാണ് 2002 ലോകകപ്പിൽ ബ്രസീൽ, പിന്നെ ജപ്പാൻ, കൊറിയ ലോകകപ്പിൽ. അതിനുശേഷം ഒരു വേൾഡ് കപ്പ് കൂട്ടാൻ ബ്രസീലിന് സാധിച്ചില്ല. ബ്രസീൽ എന്താന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താ ഫുട്ബോൾ ഫെഡറേഷനോ ഇപ്പൊ എന്താ അറിയില്ല, 4 കൂടിയിട്ട് ബ്രസീൽ ഇപ്പൊ സെറ്റായി വരും കുറച്ച് കഴിഞ്ഞാൽ. അതിനുള്ള പ്രവചനം നടത്തി കഴിഞ്ഞു. ബ്രസീലിന്റെ ആരാധകർക്ക് ഒരു നിരാശയും തിരിച്ചു വരുന്നാണ് നമ്മൾ പറഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. സുബേറാക്ക് പറഞ്ഞു പറഞ്ഞാൽ മതി.